മഞ്ചേരി കാട്ടുങ്ങലിൽ ആഭരണ വിൽപ്പനക്കാരെ ആക്രമിച്ച് 117 പവനോളം സ്വർണം കവർന്ന കേസിൽ 2 പേരെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നാമതൊരാൾ കസ്റ്റഡിയിലാണ്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സ്വർണമാണ് ജീവനക്കാരനായ സിവേഷ് സഹോദരന്റെയും സുഹൃത്തിന്റെയും സഹായം എടുക്കാൻ ശ്രമിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ ജ്വല്ലറികളിലേക്ക് നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനമായ നിഖില ബാംഗിൾസിലെ ജീവനക്കാരനായിരുന്നു കേസിലെ മുഖ്യപ്രതി സിവേഷ്. മുൻപ് പല കേസുകളിലും പ്രതിയായ സിവേഷ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത്. മഞ്ചേരി ഭാഗത്തെ കടകളിൽ സ്വർണ്ണാഭരണങ്ങളുടെ മോഡലുകൾ കാണിച്ച് വിൽപ്പന നടത്തി ബാക്കിയുള്ള സ്വർണവുമായി തിരിച്ച് സ്കൂട്ടറിൽ മലപ്പുറത്തേക്ക് പോകും വഴിയായിരുന്നു സ്വർണം കവർന്നത്. സിവേഷിന് തന്നെ ആസൂത്രണമായിരുന്നു ഇതിനു പിന്നിൽ. കാട്ടുങ്ങലിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് സിവേഷ് സ്കൂട്ടർ നിർത്തിയിട്ടു. അവിടെ എത്തിയ മറ്റു പ്രതികൾ സ്കൂട്ടർ മറച്ചിട്ട് സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ബാഗ് മോഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരു യുവാവിന്റെ ഇടപെടലാണ് പ്രതികളെ പിടികൂടുന്നതിൽ നിർണായകമായതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളുടെ വാഹനം പിന്തുടർന്ന് ഇയാൾ നമ്പർ പ്ലേറ്റ് അടക്കം ഫോട്ടോ എടുത്ത് പോലീസിന് കൈമാറി. തുടർന്ന് വളരെ വേഗത്തിൽ പോലീസ് പ്രതികളെ പിടികൂടി. ഒന്നാമത്തേത് ഇതിന്റെ കാരിയർ ആയിട്ടുള്ള ഈ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് സ്വർണം ബൈക്കിൽ കൊണ്ടുവരുന്ന വ്യക്തി ഒരാൾ തന്നെയാണ് ഇതിന്റെ പ്രധാന സൂത്രധാരൻ, ഒരു ശിവേഷ്. ഇവർ തന്നെ സ്റ്റേജ് ചെയ്ത ഒരു മാറ്ററായിരുന്നു. സ്വിഫ്റ്റായിട്ട് പോലീസിന് ആക്ട് ചെയ്യാൻ ഇതിനകത്ത് കഴിഞ്ഞതിനും കാരണം ഒരു സിവിലിയൻ, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇടപെടലാണ്. സംഭവം കാണുമ്പോൾ, നേരിൽ കണ്ടപ്പോൾ അതിലെ ദുരൂഹത മനസ്സിലാക്കി പുറകെ ഒന്ന് പോയി നോക്കുകയും ആ വെഹിക്കിളിന്റെ ഫോട്ടോഗ്രാഫ് കൃത്യമായിട്ട് എടുത്ത പോലീസിന് ഒട്ടും ടൈം ഡിലേ ഇല്ലാതെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്തു. സിവേഷിനും സഹോദരൻ ബെൻസുവിനുമൊപ്പം കവർച്ചയിൽ പങ്കെടുത്ത മൂന്നാമതൊരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തുന്നതായും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 മലപ്പുറം.